Hi guys, Assalamualaikum. This is Bichu Fahima here. Welcome back to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കരച്ചോറാണ്. ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരും പറയും. പക്ഷേ കണ്ണൂർ തലശ്ശേരി സൈഡിൽ ചക്കരച്ചോറ് എന്നാണ് പറയല്. ചക്കരച്ചോറ് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഉള്ള ഓർമ്മ പെരുന്നാളിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ സെർവ് ചെയ്യുന്നതാണ്. അധികം ആൾക്കാരും പല ഒക്കേഷനിലും ഇത് സെർവ് ചെയ്യാറുണ്ട്. ഗോതമ്പും പരിപ്പും തേങ്ങാപ്പാലിലാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡിഷാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കണ്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കുത്തിയ ഗോതമ്പ് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം സോക്ക് ചെയ്താൽ മതി. ഇനി ചക്കരച്ചോറ് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 250 ml കപ്പിൽ 2.5 കപ്പ് തേങ്ങയിലേക്ക് 3/4 കപ്പ് വെള്ളവും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 5 ഏലക്കായും ഇട്ട് അടിച്ചെടുത്ത 1-ാം പാലും, സെയിം തേങ്ങയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത 2-ാം പാലും, വീണ്ടും 2 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത 3-ാം പാലുമാണിത്. ഗോതമ്പും കടലപ്പരിപ്പും പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു തേങ്ങാപ്പാലിലാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് കുക്കാവാൻ 4 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് സോക്ക് ചെയ്ത് വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തെടുത്ത ഗോതമ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2-ാം പാലും 3-ാം പാലും ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം തുറന്നു നോക്കിയാൽ ഇതുപോലെ കുക്കായിട്ടുണ്ടാവും. ഇനി ഇത് കംപ്ലീറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. എന്നിട്ട് ഇതുപോലെ ഒരു തിള വന്നാൽ നേരത്തെ മാറ്റി വെച്ച 1-ാം പാലും കൂടി ഒഴിച്ച് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് അധികമായിട്ട് തിളപ്പിക്കാണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. അധികമായിട്ട് തിളപ്പിച്ചാൽ പിരിഞ്ഞു പോവും. അപ്പോൾ ചക്കരച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറാണ്. തേങ്ങാപ്പാൽ കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്താലാണ് ഇതുപോലെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ റെസിപ്പി, അതും ചെക്ക് ചെയ്താൽ മതി. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കുടിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെന്നാണെങ്കിൽ എപ്പോഴും പറയുന്നുള്ള സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക് യു.